ഓണറേറിയം വർധന ആവശ്യപ്പെട്ട് ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരം നാളെ 200-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ആശാ വർക്കേഴ്സിന്റെ ആവശ്യങ്ങൾ പഠിക്കാൻ നിയോഗിച്ച സമിതി ഇന്ന് റിപ്പോർട്ട് കൈമാറുമെന്ന് അറിയുന്നു. MG പ്രതീഷ് ലേറ്റസ്റ്റ് വിവരങ്ങളുമായി അപ്ഡേറ്റ് ചെയ്യുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഗുഡ് മോർണിംഗ് അഗെയിൻ, പറയൂ. സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം തുടങ്ങിയിട്ട് ആശമാറുന്ന 199 ദിവസം പിന്നിടുകയാണ്. നാളെ 200-ാം ദിവസത്തിലേക്ക് സമരം കടക്കുമ്പോഴും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇപ്പോഴും അകലെയാണ്. ഓണറേറിയം 21,000 രൂപയായി ഉയർത്തണമെന്നതാണ് ആശമാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. ഒപ്പം അർഹമായ വിരമിക്കൽ ആനുകൂല്യം നൽകണമെന്ന് കൂടി അവർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ അനുകൂല നിലപാട് സർക്കാരിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് ആശമാർ പറയുന്നത്. ഒപ്പം ഈ വിദഗ്ധ സമിതിയെ ആശമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ചിരുന്നു. അക്കാര്യത്തിലും ഒരു തീരുമാനമായില്ല. ഇന്ന് റിപ്പോർട്ട് വിദഗ്ധ സമിതി സർക്കാരിന് കൈമാറുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ആശമാരുടെ സമരസമിതി നേതാവ് 24-നോടൊപ്പം ചേരുകയാണ്. നാളെ 200-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. എന്തെങ്കിലും തരത്തിൽ ഒരു അനുകൂല നിലപാട് ഇനി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രധാനപ്പെട്ട ഡിമാൻഡുകളിൽ അനുകൂല നിലപാടുണ്ടായേ മതിയാവുള്ളൂ. പ്രത്യേകിച്ചും ഓണറേറിയം വർധനവും വിരമിക്കൽ ആനുകൂല്യം എന്നതാണ് ഞങ്ങൾ ഉന്നയിച്ച അടിസ്ഥാന ഡിമാൻഡുകൾ. അതിനകത്തൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് അറിയുകയാണ്. ഞങ്ങൾ ഈ സമരം മുഖത്ത് വന്ന് ഒരു കമ്മിറ്റി രൂപീകരിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം 1.5 മാസം കഴിഞ്ഞിട്ടാണ് ആ കമ്മിറ്റി രൂപീകരിച്ചത്. 3-ാം വട്ട ചർച്ചയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഏറ്റവും ചുരുങ്ങിയത് അടിയന്തരമായി ഒരു 100 രൂപയെങ്കിലും അനുവദിക്കണമെന്നാണ്. ഇന്നിപ്പോൾ 150 ദിവസം കൂടെ പിന്നിടുകയാണ് ആ ചർച്ച കഴിഞ്ഞിട്ട് തന്നെ. അങ്ങനെ 200-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് അറിയുന്നു. ഗവൺമെൻറ് എത്രയും വേഗം ആ റിപ്പോർട്ട് അതെന്ത് തന്നെയായാലും വർധനവ് അനിവാര്യമാണ്. ഇന്ന് നാളെ 200-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ സമരം മറ്റൊരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ ആലോചിക്കുന്നുണ്ടോ? തീർച്ചയായും ഞങ്ങളുടെ ഈ സമരം തുടരും. അതിൻ്റെ പുതിയ പുതിയ ഘട്ടങ്ങളിലൂടെ തുടരും. ഞങ്ങളുടെ ഓണം ഈ തെരുവിൽ തന്നെയായിരിക്കും. ഞങ്ങൾ ആഘോഷമെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ ഈ തെരുവിലുണ്ടാകും. അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകും. കഴിഞ്ഞ ഓണക്കാലത്തും ഇത്തരത്തിൽ ഇവിടെ തന്നെയായിരുന്നു ഈ ആശമാർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോഴും ആ ഓണത്തിന് അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിരിക്കുമോ? കഴിഞ്ഞ ഓണക്കാലത്ത് ഓണ ദിവസം ഞങ്ങൾ തെരുവിലുണ്ടായിരുന്നില്ല. അതിനു മുമ്പ് ഞങ്ങൾ സമരം നടത്തിയിരുന്നു ഓണം ബത്തയുമായി ബന്ധപ്പെട്ട്. പക്ഷേ വളരെ നിർഭാഗ്യകരമാണ് 7-ാം മാസത്തിലേക്ക് കടക്കുന്ന ഈ സമരത്തിൽ ഞങ്ങൾ തെരുവിലിരിക്കാൻ നിർബന്ധിതരായിരിക്കുന്നു. വിഷുക്കാലവും പല കാലങ്ങളും ഞങ്ങൾ ഇവിടെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കതൊരു പുതുമയായിട്ട് തോന്നില്ല. പൊതുസമൂഹം വിലയിരുത്തട്ടെ. ഈ വരുന്ന ഓണക്കാലത്തുൾപ്പെടെ ഈ തെരുവിൽ സമരം തുടരുമെന്നതാണ് ആശമാർ അറിയിക്കുന്ന കാര്യം. ഇന്ന് ആരോഗ്യമന്ത്രിക്ക് ഈ വിദഗ്ധ സമിതി റിപ്പോർട്ട് കൈമാറും. വനിതാ ശിശുവികസന ഡയറക്ടർ ഹരിത വി കുമാറാണ് ഈ വിദഗ്ധ സമിതിയുടെ അധ്യക്ഷ. ഈ റിപ്പോർട്ടിൽ ആരോഗ്യവകുപ്പ് അല്ലെങ്കിൽ സർക്കാർ എന്ത് തുടർ നടപടി സ്വീകരിക്കുമെന്നതാണ് ആശമാരും കാത്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ പരിഗണിക്കും വരെ സമരം തുടരാനാണ് തീരുമാനം. ഓക്കെ, താങ്ക് യു പ്രതീഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.